കുട്ടിക്ക് മോഡലിംഗ് ഫാഷൻ ഷോ ഭയങ്കര ഇഷ്ടം. ടി വിയിൽ നോക്കിയിരിക്കുക. പിന്നെ ഒരു ദിവസം ചോദിച്ചു ഫാഷൻ ഷോ പോണം ചോദിച്ചു. കുട്ടി പറഞ്ഞു യാ ഐ വിൽ ഗോ. സൗന്ദര്യം കൊണ്ടും പ്രതിഭ കൊണ്ടും മികവ് കൊണ്ടും വിയറ്റ്നാമിൽ നടക്കുന്ന ജൂനിയർ ഇന്റർനാഷണൽ മോഡലിംഗ് ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന്റെ അഭിമാനമായി, അങ്ങാടിപ്പുറത്തിന്റെ, കേരളത്തിന്റെ, മലയാളികളുടെ അഭിമാനമായി ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ആരാധ്യക്കുട്ടിയാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത്. ആരാധ്യക്കുട്ടിയെ ഏറെ സ്നേഹപൂർവ്വം തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. വിയറ്റ്നാമിലേക്കുള്ള യാത്രക്കിടയിൽ, തിരക്കുകൾക്കിടയിൽ സുന്ദരി കുട്ടിയായിക്കൊണ്ട് ആരാധ്യക്കുട്ടി നമ്മളോടൊപ്പം ഉണ്ട്. ആരാധ്യ മോളെ ഉഷാറല്ലേ? എന്തായാലും ഇങ്ങനെ വലിയൊരു മത്സരത്തിൽ, ഒരുപാട് കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടിയല്ലോ. എങ്ങനെയാണ് മോളുടെ സന്തോഷം? എനിക്ക് നല്ല സന്തോഷം. എന്തായാലും ആരാധ്യക്കുട്ടി ഗോവയിൽ നടന്ന മത്സരത്തിലാണല്ലോ അന്ന് വിജയിച്ചിട്ടുള്ളത്. അന്ന് ഒരുപാട് പേര് മത്സരിക്കാനുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും പറഞ്ഞു, ഒരുപാട് പേര് മത്സരിക്കാനുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. എന്തായാലും ആരാധ്യക്കുട്ടിയുടെ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ വലിയൊരു ഭാഗ്യം കിട്ടി. ആരാധ്യക്കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? എത്ര വയസ്സ് മുതലാണ് മോഡലിങ്ങിനോടുള്ള ഇഷ്ടം തോന്നിയിട്ടുള്ളത്? നമ്മളോടൊപ്പം ആരാധ്യക്കുട്ടിയുടെ അമ്മ അസ്മി ചേരുകയാണ്. അച്ഛൻ പ്രവാസി വ്യവസായി കൂടിയായ വിഘ്നേഷ് വിജയകുമാറാണ്. അദ്ദേഹം നാട്ടിലില്ല, പ്രവാസ ലോകത്താണ്. അമ്മ അസ്മി നേപ്പാൾ സ്വദേശിയാണ്. തുടക്കം തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു മലയാളം ചെറിയ രീതിയിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്ന്. എന്തായാലും നമുക്ക് തുടങ്ങാം. ഈ ഒരു മകളുടെ ഈ ഒരു സർഗാത്മകമായ ഈ ഒരു ടാലന്റ് എത്രാം വയസ്സിലാണ് കണ്ടെത്തിയിട്ടുള്ളത്? 3 വർഷത്തിന് എനിക്ക് കുട്ടിക്ക് മോഡലിംഗ് ഫാഷൻ ഷോ ഭയങ്കര ഇഷ്ടം. ടി വിയിൽ നോക്കിയിരിക്കുക. പിന്നെ ഒരു ദിവസം ചോദിച്ചു ഫാഷൻ ഷോ പോണം ചോദിച്ചു. കുട്ടി പറഞ്ഞു യാ ഐ വിൽ ഗോ. ഞാനും കൊണ്ടുപോയി പെരിന്തൽമണ്ണ ഒരു ഫാഷൻ ഷോను. ഫസ്റ്റ് നല്ല ചെയ്യണ്ട. പിന്നെ കുറേ ഫാഷൻ ഷോന് കൊണ്ടുപോയി. ഇത് കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം ഫാഷൻ ഷോ. പിന്നെ ഇഷ്ടമുണ്ട്, കൊണ്ടുപോയി. നമ്മുടെ ഏതൊരു മത്സരത്തിനാണെങ്കിലും ഏതൊരു കോമ്പറ്റീഷനാണെങ്കിലും ഒരു മാനദണ്ഡം ഉണ്ടാവും. എന്താണ് ഈ ഒരു ഇന്റർനാഷണൽ മത്സരത്തിന്റെ ഒരു ക്രൈറ്റീരിയ? എങ്ങനെയാണ്? ಫಸ್ಟ್ ಆಡಿಷನ್ ಕ್ಯಾಲಿಕಟ್ನು ഉണ്ട് ಇಂಟರ್ನ್ಯಾಷನಲ್ ಆಡಿಷನ್ ಇದು ಇನ್ಸ್ಟಾಗ್ರಾಮ್ನು ಕಂಡು പിന്നെ കൊണ്ടുപോയി ഓഡിഷനും സെലക്ട് ആയി. ദെൻ ഐ ടേക്ക് ഗോവാനും വിന്നറായി ഇന്റർനാഷണൽ ലെവലിനും ഫ്രോം കേരള. അപ്പോൾ വിയറ്റ്നാം പോകണം. എന്തായാലും ഒരുപാട് മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആരാധ്യക്കുട്ടി നേടിയെടുത്തിട്ടുള്ളത്. എത്ര പേരായിരുന്നു ഈ ഒരു മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു? കുറേ ആളുണ്ട്, ഐ തിങ്ക് കുറേ ഉണ്ട്. എല്ലാ സ്ഥലത്തുനിന്നും വേറുണ്ട്. ഇന്ത്യനും കുറേ ഉണ്ട്. പിന്നെ വേറെ വേറെ കൺട്രിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കുറേ കൺട്രി ഉണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ അമ്മയുമായി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. ആരാധ്യക്കുട്ടി കൂടെ ഉണ്ട്. ആരാധ്യക്കുട്ടി എങ്ങനെയാണ് ഫാമിലി, അച്ഛൻ, അമ്മ, പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സ്, കൂടെയുള്ള സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അമ്മ, അച്ഛൻ, ഫ്രണ്ട്സ്, എൻ്റെ ടീച്ചർ, ഇനി എൻ്റെ വില്ല ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആരാധ്യക്കുട്ടി ഏത് സ്കൂളാണ് പഠിക്കുന്നത്? സേക്രഡ് ഹാർട്ട്. എന്തായാലും ആരാധ്യക്കുട്ടിക്ക് ഒരുപാട് ഇഷ്ടമാണ് മോഡലിംഗ്. മോഡലിംഗ് അല്ലാണ്ട് എന്താണ് ഇഷ്ടം? വേറെ എന്തെങ്കിലും ഹോബീസ് ഉണ്ടോ? ഹോഴ്സ് റൈഡിങ്, മോഡലിംഗ്, ഡാൻസിങ്, സ്കേറ്റിംഗ്, സ്വിമ്മിങ് എല്ലാം ഇഷ്ടം. ഞങ്ങൾ എന്തായാലും ഈ ഒരു സംസാരം ഇവിടെ ചുരുക്കുകയാണ്. ഇനി വിന്നറായി വന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ആരാധ്യക്കുട്ടിയുമായി സംസാരിക്കുന്നതാണ്. ഒരുപാട് നേട്ടങ്ങൾക്കിടയിൽ മലപ്പുറത്തിന്റെ, കേരളത്തിന്റെ, ഇന്ത്യയുടെ അഭിമാനമായി മാറിയ പ്രതിഭ ആരാധ്യക്കുട്ടിയാണ് നമ്മളോടൊപ്പം ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവച്ചത്. ഇനിയുള്ള ജീവിതയാത്രയിൽ, മോഡലിംഗിൽ, ഈ ഒരു മത്സരത്തിലൊക്കെ എല്ലാവിധ ആശംസകളും വിജയങ്ങളും നേർന്നുകൊണ്ട് ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.